മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ബടന്ന് ചിരിച്ചുകൊണ്ട് ബടന്ന് അൽഹംദുലില്ലാഹ് പടച്ച റബ്ബേ എന്റെ ദുആ സ്വീകരിച്ചല്ലോ അല്ലാഹ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്തേ ദുആ ചെയ്യുന്നതെന്നറിയോ? അൽഹംദുലില്ലാഹ് എന്റെ ദുആ സ്വീകരിച്ചല്ലോ തമ്പുരാന്, എനിക്കടയാളം കാണിച്ചു തന്നല്ലോ തമ്പുരാന്. കഅബാലയത്തിന്റെ മതാഫിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ കഅബാലയം നോക്കിയിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്. കേൾക്കുന്ന സ്വഹാബികൾക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തേ പടച്ചവനെ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടിയല്ലോ, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ, എനിക്കടയാളം കാണിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത സന്തോഷത്തിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനുണ്ടല്ലോ, അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നടക്കുമ്പോൾ ആ കഅബാലയത്തിന്റെ മതാഫിൽ വെച്ചുകൊണ്ട് അവിടുത്തെ അനുചരന്മാര് ചോദിക്കുകയാ, എന്തേ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചത്? ഇത്ര വലിയ സന്തോഷമുണ്ട്, എന്താണ് അടയാളം കാണിച്ചു തന്നത്? മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരിക്കൽ ഞങ്ങൾ 4 പേര് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. 4 മഹാന്മാരായ സ്വഹാബികളുണ്ടല്ലോ, 4 പേരും കൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്താണ് കഅബ ഇരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നേരെ മധ്യഭാഗത്താണ് കഅബ ഇരിക്കുന്നത്. ആ കഅബാലയം അല്ലാഹുവിന്റെ മലക്കുകൾ പണിതു. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ പ്രവാചകന്മാര് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഈ ഭൂമിയില് അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് ലോകത്താദ്യമായിട്ട് പണിത പള്ളിയാണ് പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് 4 സ്വഹാബിമാര് 4 പേരും കൂടെ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഓരോ മനുഷ്യനും കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഓരോ ആൾക്കാരും അവരുടെ മനസ്സിന്റെ ഉള്ളിലെ മോഹങ്ങൾ പറയുകയാ. 4 പേരും കൂടെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നല്ലാ കഅബയുടെ മുറ്റത്ത് ചെല്ലാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയാണ് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോ ലോകത്തിന്റെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, തയ്യാറായി വരാൻ. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉംറയ്ക്ക് പോകുന്നതിന് വേണ്ടി ഒരുങ്ങിയിട്ട് മുത്തുനബിയുടെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞു മുസാഫഹത്ത് ചെയ്യാൻ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. അവസാനം ഉമർ തങ്ങളെ യാത്രയാക്കുമ്പോ തന്റെ വാഹനത്തിന്റെ മുകളിലേക്ക് ഉമർ തങ്ങൾ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ട് യാത്ര തിരിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ഉമറേ ലാ തൻസാനി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഉമറേ നീ നിന്റെ ദുആയിൽ എന്നെ കൂടെ ഓർക്കണേ ഉമറേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ആരാ പറയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിച്ചിട്ട് പറയുന്നത്, ഉമറേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ.
നീ നിന്റെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ, അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്. നബിയേ, ഞാൻ ആരാണ് നബിയേ? ഈ ഉമറിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് മുത്തുനബി പറഞ്ഞു, ഉമറേ, നീ പോകുന്ന മണ്ണിന് വല്ലാത്ത മഹത്വമുണ്ട്, നീ പോകുന്ന കഅബയ്ക്ക് വല്ലാത്ത മഹത്വമുണ്ട്. ആ കഅബയുടെ ചുറ്റുഭാഗത്ത് പല സ്ഥലങ്ങളിൽ ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. 11 സ്ഥലങ്ങൾ മഹാന്മാര് എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയം, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ, അള്ളാന്റെ കഅബാലയം ഉണ്ടല്ലോ, ഇന്ന് വരെ പായിപ്പാട് പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുമ്പോ നേരെ നിന്ന കഅബാലയം, ജീവിതത്തിൽ ഫോട്ടോയിലല്ലാതെ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലാത്ത കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയം നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, അത് മനസ്സിനും അനുഭൂതി എന്നറിയുമോ? ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ ചെന്ന് ആ കഅബാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കഅബാലയം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് വേണോ എന്തു ചോദിച്ചാലും അല്ല തരാമെന്നാ പറഞ്ഞത്. തന്റെ കണ്ണുകൊണ്ട് കഅബാലയം ഇങ്ങനെ കാണുമ്പോ കൊണ്ടുപോകുന്നവര് പറയും, ഒളിഞ്ഞു നോക്കല്ലേ, കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് പറയുമ്പോ കണ്ണുയർത്തിയാൽ മതി, നല്ലതുപോലെ കണ്ടുകൊണ്ട് ചോദിക്ക്. കാരണം ഒരവസരമേ ഉള്ളൂ, ഒരു ചാൻസേ ഉള്ളൂ. അത് അല്ലാഹു വരം പോലെ ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കഅബാലയം കാണുമ്പോ റബ്ബിനോട് എന്ത് ചോദിച്ചാലും തരും. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ ദുആ ചെയ്താൽ, മഖാമു ഇബ്രാഹീമിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്താൽ, ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറി ദുആ ചെയ്താൽ, സ്വർണ്ണപ്പാത്തിയുടെ നേരെ താഴെ നിന്നുകൊണ്ട് ദുആ ചെയ്താൽ, സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ദുആ ചെയ്താൽ, സഫയിൽ നിന്ന് ദുആ ചെയ്താൽ, മർവയിൽ നിന്ന് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലിരുന്നു കൊണ്ട് 4 മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഒന്നാമത്തെ മനുഷ്യനാരാ? മുസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യനാണ് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ചവനോട് ആദ്യമായിട്ട് ചോദിക്കുന്നു, അല്ലാ, ഇറാഖിന്റെ ഗവർണർ സ്ഥാനം എനിക്ക് മരിക്കുന്നതിന് മുമ്പേ തരണേ അല്ലാ. മഹാനവറുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. മഹാനായ മുസ്അബ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഇറാഖിന്റെ ഗവർണർ സ്ഥാനം എനിക്ക് തരണം തമ്പുരാനേ. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ സ്വഹാബിക്ക് പടച്ചവനെ ഇറാഖിന്റെ ഗവർണർ സ്ഥാനം മരിക്കുന്നതിന് മുമ്പ് കിട്ടിയെന്ന് ചരിത്രം പറയുകയാ. മഹാനവറുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ രണ്ടാമത് ദുആ ചെയ്തതാരെന്നറിയുമോ? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ തുവല്ലൈനി തുവൈലിൽ ഹിജാസ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുന്നു, നാദാ, ഈ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് തരണേ തമ്പുരാനെ. ഈ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് വേണം പടച്ചവനെ. എനിക്ക് ഇതിന്റെ ഗവർണറാകാൻ അല്ലാഹുവേ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഭാഗ്യം തരണേ അല്ലാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു, ആ ദുആയും അല്ലാഹു സ്വീകരിച്ചു. അവിടുന്ന് അതിനുള്ള ഭാഗ്യം കൊടുത്തു. മക്കയുടെയും മദീനയുടെയും അധികാരം
അധികാരം അല്ലാഹു മരിക്കുന്നതിന് മുമ്പേ കൊടുത്തു. മൂന്നാമത്തെ മനുഷ്യനാരാ? അബ്ദുല്ലാഹ് ഇബ്നു മാലിക് ഇബ്നു മർവാൻ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ മാ ബൈന മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് പടച്ചവനെ എനിക്ക് അധികാരം തരണേ അല്ലാ. മശ്രിഖിന്റെയും മഗ്രിബിന്റെ ഇടയിലുള്ള ആ സ്ഥലമുണ്ടല്ലോ, അതിന്റെ അധികാരം എനിക്ക് മരിക്കുന്നതിന് മുമ്പേ തരണേ തമ്പുരാന്. അവിടെ നിന്ന് 3 പേരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ചരിത്രം പറയുന്നു 3 പേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചു. 3 പേർക്കും അധികാരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്തിനാണ് അവരാരും അധികാരത്തെ ആഗ്രഹിച്ചതിന്റെ പേരിലല്ല, ആ അധികാരം നേടിയിട്ട് വലിയവനാണെന്ന് നെളിഞ്ഞു നടക്കാനല്ല, അവരധികാരത്തെ മോഹിച്ചിട്ടല്ല, ഈ ദുനിയാവിന്റെ ആഡംബരത്തെ ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ എന്തിനാണ് അവര് ദുആ ചെയ്തത്? ഇവര് 3 പേരും പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഒരാൾ പറഞ്ഞു, എനിക്ക് ഇറാഖിന്റെ ഗവർണർ ആകണം. അല്ലാഹു ആ ഭാഗ്യം കൊടുത്തു. രണ്ടാമത്തെ ആള് പറഞ്ഞു, പടച്ചവനെ മക്കയുടെയും മദീനയുടെയും അധികാരം എനിക്ക് വേണം. അവിടെ നിന്ന് കൊടുത്തു. മൂന്നാമത്തത് മർവാൻ മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്ക്. വലിയ ഭരണാധികാരികളിൽപ്പെട്ട ഒരു വലിയ അവിടെ നിന്ന് 4 ഭൂഖണ്ഡങ്ങളോളം എൻ്റെ പ്രിയപ്പെട്ടവരെ ഭരിക്കാനുള്ള ഒരു അവസരം ചരിത്രം അള്ളാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പൊ അവരധികാരം ആഗ്രഹിച്ചത് ഇന്നത്തെ പോലൊന്നുമല്ല. ഇന്നിപ്പോ അധികാരം ആഗ്രഹിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ പടിവാതിൽ വന്ന് നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിമാർ 2 പേര് ഇവിടെ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാനുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അൻസാരി സാഹിബല്ലേ ഇനി ഉള്ളത്? ഇല്ല, 3ാമത്തെ സ്ഥാനാർത്ഥി നമ്മുടെ ഇവിടുത്തെ എന്താ അൻസാരി എന്നല്ലേ അദ്ദേഹം പോലെ 4 പേരുണ്ടില്ല. എന്താ അൽഹംദുലില്ലാ. അപ്പം അൻസാരി ആണെന്ന് പിന്നെ നൗഷാദ് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 4 പേരെയും കൂടെ ഇതുപോലെ കിട്ടത്തില്ലല്ലോ. അൽഹംദുലില്ലാ. അള്ളാഹു ഇവരിൽ ആർക്കാണോ ഖൈർ ഇത് കേട്ടിട്ട് തീരുമാനിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. എന്തെങ്കിലും മടിയണ്ട. പള്ളിയിലെ ഇമാമല്ലേ, പറയേണ്ടത് പറയണമല്ലോ. ഖതീബ് എന്ന രീതിയിൽ എനിക്കൊരു ചുമതലയുണ്ട്. 2 പേരും കമ്മിറ്റിക്കാരാ. ഇത് പറഞ്ഞതിൻ്റെ പേര് ഇപ്പം നമ്മളെ അള്ളാഹുടെ അൽഹംദുലില്ലാ വളരെ സന്തോഷം. എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരാരും ഈ 4 സഹാബികൾ ഈ മഹാന്മാർ അധികാരം ഇഷ്ടപ്പെട്ടിട്ടല്ല. ഇന്ന് അധികാരം നമ്മൾ പലരും ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലൊരു ഭരണാധികാരിക്ക് വേണ്ട ഗുണമെന്താ? അതാ മനസ്സിലാക്കണ്ടേ. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമുണ്ട്. അതുപോലെ സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുക്കുന്നവർക്കും നമുക്കും ചില ബാധ്യതകളുണ്ട്. ചുമ്മാതെ പോയിട്ട് കുത്തിയിട്ട് വന്നാൽ പോരാ. ഏതെങ്കിലും ഒരു ചിഹ്നം കാണും, എങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, കറക്കി കുത്തണ പോലെ ഏതെങ്കിലും കുത്തിയാ പോരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണമെന്താ? അല്ലാഹുവേ, ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമെന്തെന്നറിയുമോ? സഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. ഇസ്ലാം പറയുന്ന ചില ഗുണങ്ങളുണ്ട്. ആ ഗുണമാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും വേണ്ടത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങൾ പടച്ചവനെ വല്ലാത്ത ഭയമാ. ആ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ഉമർ തങ്ങൾ കരയുമായിരുന്നു. യൂഫ്രട്ടീസ് നദിയുണ്ടല്ലോ, ആ നദിയുടെ ചാരത്തെങ്ങാണം കടിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു മൃഗമെങ്ങാണം അവിടെ കിടന്നു മരിച്ചുപോയാ, അതിനെക്കുറിച്ച് പോലും അള്ളാഹു എന്നോട് നാളെ വിചാരണ ചെയ്യുമെന്ന് പേടിച്ച് ജീവിച്ചിരുന്ന സ്വഹാബിയ. അങ്ങനെ ജീവിച്ചിരുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമറിന്റെ ഭരണമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ആഗ്രഹിച്ചു പോയത്. അതായിരുന്നു സഹോദര ഉമർ തങ്ങളുടെ ഭരണം. അങ്ങനെയായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാത്രി കാലങ്ങളായാൽ അവിടെ നിന്ന് തന്റെ ജനങ്ങളുടെ വിശേഷം തിരക്കി നടക്കുകയാണ്. അവിടെ നിന്ന് രൂപം മാറിയിട്ട് തിരിച്ചറിയാതിരിക്കാൻ ഉമർ തങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുമായിരുന്നു.
അതുപോലെ ഒരു രാജ്യത്തേക്ക്, ഒരു നാട്ടിലേക്ക് ഒരു ഗവർണറിനെ വിട്ടുകഴിഞ്ഞാൽ അവിടെ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഗവർണറെ കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ എൻ്റെ പ്രിയമുള്ളവരെ സിറിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നുപോയി. അവിടുത്തെ ഗവർണർ ആരാണ്? മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗവർണറാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി കേട്ട് നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗവർണറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സഈദ് ഇബ്നു ആമിറിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല പരാതിയുമുണ്ടോ? എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയുക. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സഹാബിയാണ്. ആ സ്വഹാബിയുടെ ജീവിതം വല്ലാത്തതാണ്. മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് ആമിർ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഗവർണറാണ്. നാട്ടുകാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? ഉമർ തങ്ങൾ അവിടെ ചെന്നിട്ട് ആ സിറിയയിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിവിടെ ഒരാളെ ഗവർണറാക്കി നിർത്തിയിട്ടുണ്ട്, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. എന്താണ് നിങ്ങളുടെ ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. അന്ന് പിന്നെ പേടിയൊന്നുമില്ല. ഇസ്ലാമിക ഭരണമാണ്. എല്ലാവരും, നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല ഭരണമൊക്കെ തന്നെ, പക്ഷെ ഒരു 4 പോരായ്മയുണ്ട്. ജനങ്ങൾ പറഞ്ഞു കൊടുത്തത് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന് 4 പോരായ്മകളുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ജനങ്ങൾ തന്റെ ഖലീഫയെ കുറിച്ച്, ജനങ്ങൾ തന്റെ ഗവർണറായ തന്റെ ഭരണാധികാരിയെ കുറിച്ച് ജനങ്ങളെ 4 പരാതിയുണ്ടെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. എല്ലാവരെയും ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് എല്ലാവരെയും ഖലീഫ എല്ലാ ആൾക്കാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, എന്താണ് പറ, ഒന്നാമത്തെ പരാതി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഓരോ ഭരണാധികാരികൾ, ഇന്നത്തെ ഓരോ സ്ഥാനാർത്ഥികൾ, ഓരോ മനുഷ്യനും പഠിക്കേണ്ട 4 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ജനങ്ങൾ പറയുന്നു, സഈദ് ഇബ്നു ആമിറിനെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ പരാതി എന്തെന്നറിയുമോ? അതാ പകലുണ്ടല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോ എല്ലാ ദിവസവും താമസിച്ചാണ് കടന്നു വരുന്നത്. ഖലീഫയോട് പരാതി പറയുകയാണ്, ഗവർണറിനെ കുറിച്ച് പരാതി പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ താമസിച്ചിട്ടാണ് ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണല്ലോ. ജനങ്ങൾ അവിടുന്ന് പരാതി പറഞ്ഞപ്പോ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ആ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാ, ഇവര് പറയുന്നത് സത്യമാണോ? എല്ലാ ദിവസവും രാവിലെ താമസിച്ചാണ് നിങ്ങൾ വരുന്നതെന്ന് ഇവര് പറയുന്നല്ലോ. അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കുമ്പോ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, അല്ലാഹുവിൽ സത്യം, ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ, ഇസ്ലാമിന്റെ ഭരണാധികാരിയാണല്ലോ, അതുകൊണ്ട് ഇവരുടെ മുന്നിൽ എനിക്കതിന്റെ കാരണം പറയണമല്ലോ. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഒരു നാടിന്റെ ഗവർണറാണ്, സിറിയ എന്ന് പറയുന്ന നാടിന്റെ ഗവർണറാണ്. അല്ലാഹുവേ, പറഞ്ഞ ഒന്നാമത്തെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീട്ടില് വേലക്കാരില്ല, എന്റെ വീട്ടില് ജോലിക്കാരില്ല. എന്തേ താമസിക്കാനുള്ള കാരണമെന്നറിയുമോ? രാവിലെ എഴുന്നേറ്റ് മാവ് കുഴയ്ക്കും. രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എന്റെ കൈ കൊണ്ട് സ്വന്തമായി മാവ് കുഴച്ച് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോകുന്നത്. സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനാണ്, അല്ലാതെ
അല്ലാതെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വീടിന്റെ അകത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വെളിയിൽ വരുന്നത്. അതുകൊണ്ടാണ് താമസിച്ചു പോകുന്നതെന്ന് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി പറയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം ഉളുവെടുത്തിട്ടാണ് ഞാൻ ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഒന്നാമത്തെ കാര്യത്തിനുള്ള മറുപടി പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ജനങ്ങളോട് ചോദിച്ചു, രണ്ടാമത്തെ പരാതി എന്താ? അവിടുന്ന് പറയുകയാ, രാത്രി കാലമെത്തിയാൽ, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മുഖം തരാറില്ല. ഞങ്ങളുടെ ഗവർണർ ഞങ്ങൾക്ക് മുഖം തരാറില്ല. പകല് മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് നടക്കാറുള്ളൂ. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഗവർണറിനെ കാണാനില്ല. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമതായിട്ട് മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, ഈ പറയുന്നത് സത്യമാണോ? നീ രാത്രി എവിടെ പോകുന്നു സഈദ്? നീ ഗവർണറല്ലേ, നീ രാത്രി എവിടെയാണ് പോകുന്നത്? ആ സമയത്തും പറഞ്ഞു, അല്ലാഹുവിനെ സത്യം, ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ഇതെനിക്ക് പുറത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോ പറയണമല്ലോ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. പകല് മുഴുവനും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. രാത്രിയായാൽ എന്നെ പടച്ച റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നതാ. അല്ലാഹുവേ, പകല് മുഴുവനും ഞാൻ നടക്കുമ്പോ എനിക്ക് ഒരുപാട് ഖുർആൻ ഓതാ, ഒരുപാട് ദിക്റുകൾ പറയാ, ഒരുപാട് നമസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ എന്റെ രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് രാത്രിയായാ ഞാൻ പുറത്തിറങ്ങാത്തത്, എന്നെ ജനങ്ങൾ കാണാത്തത്, രാത്രി ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ്. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് പറഞ്ഞ മറുപടി അതാ. മൂന്നാമത് ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്കുള്ള മൂന്നാമത്തെ പരാതി എന്താ? ഒരു ഭരണാധികാരിയെ കുറിച്ച് തന്റെ ജനത പറയുന്ന മൂന്നാമത്തെ പരാതി എന്തെന്നറിയുമോ? മാസത്തിൽ ഒരു ദിവസം ഈ മനുഷ്യനെ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. മാസത്തിലെ ഒരു ദിവസം ഈ മനുഷ്യൻ വീടിന് പുറത്തിറങ്ങാറില്ല. പടച്ചവനെ, ഞങ്ങൾ ആരും അവിടെ നിന്ന് കണ്ടിട്ടില്ല. മാസത്തിൽ ഒരു ദിവസം ഗവർണർ വീടിന്റെ പുറത്തിറങ്ങാറില്ല. ജനങ്ങൾ അവിടെ നിന്ന് പരാതി പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ എവിടെയാണ്? എന്തേ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരാത്തത്? അപ്പോഴും പറഞ്ഞു, അല്ലാഹുവേ, ഇത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, എങ്കിലും നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു നാടിന്റെ ഗവർണറായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അതാ ഖലീഫയോട് പറയുകയാണ്, മൂന്നാമതായിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാ. മാസത്തിലെ ഒരു ദിവസം നിങ്ങൾ എന്തേ വീടിന് പുറത്തിറങ്ങാത്തത്? അവിടെന്ന് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ, എനിക്കൊരു ജോഡി വസ്ത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ആ ഒരു ജോഡി വസ്ത്രം ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കുന്ന സമയമാണ് എന്റെ വീടിന്റെ അകത്തിരിക്കുന്നത്. തനിക്കുണ്ടായിരുന്ന വസ്ത്രം കഴുകാനാളില്ല. ആ വസ്ത്രം കഴുകി ഉണക്കിയിട്ട് വേണം എനിക്ക് ധരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഒരു ദിവസം എന്റെ വീടിന്റെ അകത്തിരിക്കുന്നത്. ആ വസ്ത്രം ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ വീടിന്റെ പുറത്തിറങ്ങുന്നതെന്ന് ഒരു നാടിന്റെ ഗവർണർ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ്. സഹാബത്തെ എല്ലാവരുടെ കണ്ണുകൾ നിറയുകയാണ്. പടച്ചവനെ, നാലാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജനങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ നാലാമത്തെ പരാതി എന്താ? അവിടുന്ന് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, ഈ
മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധക്ഷയം വരികയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ടി വീഴുകയാണ്. ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ചില യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോ ഞങ്ങളുടെ ഖലീഫയതാ, ഞങ്ങളുടെ ഗവർണർ ബോധക്ഷയം വന്ന് താഴെ വീഴുകയാ. അല്ലാഹുവേ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടോടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് ബോധം കെട്ടു പെട്ടെന്ന് താഴെ വീഴും. ബോധം വന്നാ കരഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തേക്ക് ഓടുകയാണ്. അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനോട്, നാലാമതായിട്ട് തന്റെ സമൂഹം, തന്റെ ജനത അവിടെ നിന്ന് പരാതിയായി പറഞ്ഞ കാര്യം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന് സത്യം, ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നത് കാരണം അവിടെ നിന്ന് പറയുകയാ, എനിക്ക് ബോധക്ഷയം വരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവേ, മുസ്ലിമാകുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന മഹാനായ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിയാണ് റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയതാ ജനങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ്. അന്ന് സഈദ് ഇബ്നു ആമിർ ശത്രുക്കളുടെ ഭാഗത്താണ്. മുസ്ലിമായതിന്റെ പേരിൽ റബീ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹുവേ, എന്നിട്ടതാ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി അങ്ങ് മുറിച്ചെടുക്കുകയാ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അവർ മുറിച്ചെടുക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഹുബൈബിനോട് അവര് പറഞ്ഞു, ഹുബൈബ്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാ വെറുതെ വിടാമെന്ന് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ അവിടെ നിന്ന് ഹുബൈബ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല. മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ എന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പടച്ചവനെ അവർ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി മുറിച്ചെടുത്തപ്പോ അതാ കഴുകുമരത്തിലിട്ട് കഴുത്തിങ്ങനെ ഞെരുക്കിയിട്ടു കൊല്ലുമ്പോ എനിക്കൊന്ന് സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ രംഗം ഓർമ്മ വരുമ്പോ അല്ലാഹു എനിക്ക് പുറത്തു തരുവോ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ? ആ രംഗം എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുമ്പോ പേടിച്ച് ബോധം കെട്ട് വീണു പോകുന്നതാ. അല്ലാഹുവേ, മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മറുപടി പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്. അവിടുന്ന് കണ്ണ് നിറഞ്ഞു പോവുകയാണ്. പരാതി പറഞ്ഞവര് പോലും കരഞ്ഞുപോയി, പരാതി പറഞ്ഞവര് പോലും കരഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ അധികാരികളുണ്ടല്ലോ, ഈ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരുണ്ടല്ലോ, അവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണമെന്താ? ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഗുണമെന്താ? ഒന്നാമത്തെ ഗുണം, മുഴുവൻ സമയങ്ങളും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ, മുഴുവൻ സമയങ്ങളും രാവാണെങ്കിലും പകലാണെങ്കിലും അല്ലേ. മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു കാര്യത്തിന് വന്ന് വിളിച്ചാലും മില്ലാണെങ്കിലും കോട്ടാണെങ്കിലും കളഞ്ഞിട്ട് പൊക്കോണം. അതന്നെ. ഏത് കാര്യമാണെങ്കിലും അതിനുള്ള ഉത്തരവാദിത്തം നിസ്സാരമല്ല. നിങ്ങളെ വോട്ട് തന്ന് ജയിപ്പിക്കുമ്പോൾ നിനക്ക് സമയം ഉണ്ടാകണം. സമയം ഉണ്ടെങ്കിലേ നിൽക്കാവൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ, അതല്ലേ വേണ്ടത്. തനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കൊള്ളണം, ഏത് കാര്യത്തിന് വിളിക്കുമ്പോഴും ഇറങ്ങിച്ചെല്ലാൻ സമയമുണ്ടാകണം. അല്ലാതെ അധികാരം പേടിച്ച് വീടിൻ്റെ അകത്ത് കയറിയിരിക്കാനാണെങ്കിൽ പറ്റുമോ? പറ്റൂല. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ കാരണം, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം ലളിതമായ ജീവിതം ഭരണാധികാരികൾക്ക് വേണ്ടതാണ്. ലളിതമായിട്ടുള്ള ആഡംബരമൊന്നുമില്ല, സ്വന്തം
ആഡംബരമില്ലാത്ത ഒരു ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യം ഭരിക്കുന്നവർക്ക്, ഭരണത്തിലേക്ക് കയറുന്നവർക്ക് വേണ്ട രണ്ടാമത്തെ ഗുണം. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിഹിതമായി ഒന്നും സമ്പാദിക്കാൻ പാടില്ല, കൈക്കൂലി വാങ്ങാൻ പാടില്ല. ഇതൊരു പേപ്പർ, പഞ്ചായത്തിൽ നിന്ന് ഒരു പേപ്പർ റെഡിയാക്കണമെങ്കിലും 500 രൂപ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ നൽകുമാറാകട്ടെ. ചോദിക്കുമ്പോൾ പറയും, ഇലക്ഷനൊക്കെ നിന്നപ്പോൾ ഒരുപാട് പൈസയൊക്കെ ചിലവായതല്ലേ, എത്ര അപ്പം ശമ്പളം? ഒരു വാർഡ് മെമ്പർക്ക് എത്ര കിട്ടും? 12,000? 7,500 രൂപ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട 3ാമത്തെ ഗുണമെന്താ? 1, സമയമുണ്ടാകണം ജനങ്ങളുടെ കാര്യങ്ങൾ അത് നോക്കാൻ, രാവും പകലും നിനക്ക് സമയമുണ്ടാകണം. 2, ലളിതമായിട്ടുള്ള ജീവിതം. ഇപ്പം നല്ല ലളിതമാ, വണ്ടി പോകുന്ന കണ്ട 5 എണ്ണം ഫ്രണ്ടിൽ 5 എണ്ണം പുറകിൽ. ഇതാ ലളിതമായിട്ടുള്ള ജീവിതം ഇല്ലേ? എന്താ ആലോചിക്ക്, എത്ര എണ്ണ അടിച്ച് കളയുന്നിങ്ങനെ, എന്തെല്ലാം കാണുന്നു. സുബ്ഹാനല്ലാഹ്. എവിടെ ആണെങ്കിലും അസ്റായിൽ കയറി വരുമല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ ആണെങ്കിൽ അസ്റായിൽ കയറി വരുമല്ലോ അല്ലേ? ഇന്നത്തെ ഭരണാധികാരിയുടെ വണ്ടിയുടെ മുന്നിൽ മുമ്പിൽ 2 പോലീസ്, പുറകിൽ 2 പോലീസ് വണ്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഏത് കാര്യമാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3ാമത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൈപ്പണി വേണം, എന്തെങ്കിലും ഒരു ജോലി. നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ളത്, നിനക്കും നിന്റെ കുടുംബത്തിനും കഴിയാനുള്ളത് നീ തന്നെ ഉണ്ടാക്കണം, അല്ലാതെ പിടിയലല്ല. ഇന്നത്തെ കാലഘട്ടത്തിലൊന്ന് ആലോചിച്ച് നോക്കിയേ, പഞ്ചായത്തിൽ നിന്നൊരു പേപ്പർ, വില്ലേജിൽ നിന്നൊരു പേപ്പർ, അല്ലാ സാറേ 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 എന്ന് വിളിച്ചിട്ട് എല്ലാത്തിൻ്റെ പുറകെ നടക്കണം. വോട്ട് ചോദിക്കാൻ വരുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ട് താഴും, സ്ഥാനാർത്ഥിയൊക്കെ. അല്ലാ എന്തൊരു കാര്യം, ഒട്ടെണ്ണം കേട്ടോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനുണ്ട്. ജയിച്ചവിടെ ഇരിക്കുമ്പോൾ ഒന്ന് പോകണം, കണ്ട പരിചയം, ആലുവ കടപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടത് അധികാരത്തിലേക്ക് വേണ്ടി, അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നവർക്ക് വേണ്ട ഗുണങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞത്. അള്ളാഹു ആ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, ചിലർക്കൊക്കെ കാണും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കാണ് അള്ളാഹു അധികാരം കൊടുക്കാം. അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ കയ്യിലാണ് അധികാരമുള്ളത്. അതുകൊണ്ട് 2 പേരോട്, സ്ഥാനാർത്ഥി മത്സരിക്കുന്നവരോട് എല്ലാവരോടും എനിക്ക് പറയാറുള്ളത്, അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു അധികാരം കൊടുക്കും. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കയ്യിലാണ് അധികാരമുള്ളത്. ആ അധികാരം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കും. എന്തായാലും ഇലക്ഷൻ ഇപ്പോൾ മൊത്തം എത്ര സ്ഥാനാർത്ഥിമാരുണ്ട്? ഇപ്പോൾ 11ാം വാർഡിൽ 5 പേര്. 5 പേരും ജയിക്കുവോ? ജയിക്കുവോ? 5 കുറവാപ്പാ. ഞങ്ങളുടെ കോട്ടൊക്കെ വരണം, അവിടെ പിന്നെ കൂടുതലാണ്. ആകെ 250 വോട്ട് കൊണ്ട് എത്ര സ്ഥാനാർത്ഥിമാരെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഇവിടെ പിന്നെ കുറവാണെന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുന്നു, വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. പരിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നറിയോ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുന്നു, അധികാരം എൻ്റെ കയ്യിലാണ്, ഞാൻ ചിലർക്ക് കൊടുക്കും. അള്ളാന്റെ ഖുർആൻ പറയുന്നു, വതുഇസ്സു മൻ തശാ. ആ അധികാരം കൊണ്ട് അള്ളാഹു ചിലർക്ക് ഇസ്സത്ത് കൊടുക്കും. അധികാരം അള്ളാഹു കൊടുത്തിട്ട് ചിലർക്ക് അള്ളാഹു ആ അധികാരം കൊണ്ട് ഇസ്സത്ത് കൊടുക്കും. എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അധികാരം കൊണ്ട് അൽഹംദുലില്ലാ അഭിമാനത്തോടു കൂടി ജീവിച്ച് ഇസ്സത്തോടു കൂടി മരണപ്പെട്ടു പോയി എത്രയോ പേരെ നമുക്കറിയാം. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നാൽ ഞാൻ ചിലർക്ക് അധികാരം കൊടുക്കും, വതുദില്ലു മൻ തശാ. അതുകൊണ്ട് അവൻ നശിച്ചു പോകും, അവൻ നിന്ദിനായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ, ചിലർക്ക് അള്ളാഹു അധികാരം കൊടുത്തിട്ട് അവസാനം ഉണ്ടതിന്നില്ല ജയിലിൽ കിടന്നിട്ട്. ചില മന്ത്രിമാരൊക്കെ ഇപ്പൊ ജയിലിൽ കിടക്കാം. എന്തുകൊണ്ട്? അവൻ പറയുന്നുണ്ടാവും, അള്ളാഹു അന്ന് മന്ത്രി ആവണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ചിലർക്ക് അധികാരം കൊടുത്തിട്ട് അവരെ ഉയർന്ന പദവിയിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ അഹമ്മദ് സാഹിബിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ. അള്ളാഹു ഇസ്സത്ത് കൊടുത്ത ആൾക്കാരാണ്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ കേന്ദ്രമന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു എത്രയോ ഉയരങ്ങളിലെത്തി. അവസാനം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് പേരുടെ ചരിത്രങ്ങളൊക്കെ വായിച്ചറിവുകളുണ്ട്. അള്ളാഹു അധികാരം കൊടുത്ത് നല്ല നിലയിലായി എത്തിച്ചവർ.
അതുകൊണ്ട് ഞാൻ പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഞാൻ അധികാരം കൊടുക്കും. ആ അധികാരത്തിലൂടെ ചിലർ അള്ളാഹു ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കും, ഇസ്സത്ത് കൊടുക്കും. ചിലർക്ക് അധികാരം കൊടുത്തിട്ട് അവസാനം അവനെ നിന്നിനാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, വോട്ട് ചെയ്യുന്നവരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്ന ആൾക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കറിയാം, ഓരോ സ്ഥാനാർത്ഥികളെയും നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാ, ആരാണോ ഖൈറായിട്ടുള്ളത് അൽഹംദുലില്ലാ അവർ വോട്ടുകൊടുക്ക്. സമൂഹത്തിനും സമുദായത്തിനും ഉമ്മത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നവരെ നിങ്ങൾ തെരഞ്ഞെടുക്ക്. ജയവും പരാജയവും അൽഹംദുലില്ലാ 4 പേരും മുസ്ലിമീങ്ങളായതുകൊണ്ട് ജയവും പരാജയവും അത് അല്ലാഹുവാണ്. അൽഹംദുലില്ലാ, എന്തു വന്നാലും സഹിക്കുക, ക്ഷമിക്കുക. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആരാണോ ഖൈർ, അല്ലാഹു നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരവരെ ഏൽപ്പിക്കുന്ന ബാധ്യതകൾ നല്ല നിലയിൽ നിറവേറ്റാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു 4 പേരും കൂടെ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നു. 4 പേരും കൂടെ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് 3 പേരും ദുനിയാവിലെ അധികാരമാണ് അല്ലാഹുവിനോട് ചോദിച്ചത്. ഈ ദുനിയാവിലെ പടച്ചവരെ, ഞങ്ങൾക്ക് നീ അധികാരം തരണം. ഇറാഖിന്റെ ഭരണാധികാരിയാകണം, മക്കയുടെയും മദീനയുടെയും ഭരണാധികാരിയാകണം. അല്ലാഹുവേ പടച്ചവൻ, ഇസ്ലാമിക ഭൂഖണ്ഡങ്ങളുടെ ഭരണാധികാരികളാകണം. 3 പേരും അവിടെ നിന്ന് ദുആ ചെയ്തു. 4ാമനായിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അവിടുന്ന് ദുആ ചെയ്തത് എന്തെന്നറിയുമോ? കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തുവഫനി ഹത്താ തുജ്ബനിൽ ജന്നാ. അല്ലാഹുവിനോട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, റസൂലുള്ളാഹിയുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച സ്വഹാബി മുത്തുനബി എങ്ങനെയാണോ നടന്നത്, മുത്തുനബി എന്തൊക്കെയാണോ ചെയ്തത്, അതുപോലെ ചെയ്തിരുന്ന സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി അല്ലാഹുവോട് ചോദിച്ചത് എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നീ എനിക്ക് കാണിച്ചു തരണം തമ്പുരാനേ. എനിക്ക് മരിക്കുന്നതിന് മുമ്പേ അറിയണം ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. എനിക്ക് അടയാളം കാണിച്ചു തരണം. എനിക്ക് സ്വർഗം ഉറപ്പാണ്. ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അടയാളം കാണിച്ചു തരാതെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തതെങ്ങനെയാ? ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ അവകാശിയാണെന്നറിയണം. എങ്ങനെ അറിയാനാണ് പടച്ചവനെ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എങ്ങനെ അറിയാനാ? പടച്ചവനെ അങ്ങനെ അറിഞ്ഞ ചില ആൾക്കാരുണ്ട്, അങ്ങനെ അറിഞ്ഞവരുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചില സ്വഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞല്ലോ, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്. പ്രവാചകൻ പറഞ്ഞാ പിന്നെ അതിനപ്പുറമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുമ്മരിളാ അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം سعد سعيد زبير طلحة وأبي عبيدة وابن في العاشد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ പ്രവാചകൻ നാവ് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത മുത്തുനബി അവളെ വിളിക്കുന്ന അബൂബക്കറേ നീ സ്വർഗത്തിലാണ്, ഉമറേ നീ സ്വർഗത്തിലാണ്, ഉസ്മാനേ നീ സ്വർഗത്തിലാണ്, അലിയേ നീ സ്വർഗത്തിലാണ്, സഅദേ നീ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ 10 സ്വഹാബത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ 10 പേരും സ്വർഗത്തിലാ, ഒരാൾക്കും സംശയമില്ല. പക്ഷേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ് പറയുന്നത്, അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഞാൻ
സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എനിക്ക് നീ അടയാളം കാണിച്ചു തരണേ അല്ലാ. അൽഹംദുലില്ലാഹ്, എന്റെ ദുആ നീ സ്വീകരിച്ചല്ലോ അല്ലാ, എന്റെ ദുആ നീ സ്വീകരിച്ചല്ലോ അല്ലാ. ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എനിക്ക് അടയാളം കാണിച്ചു തന്നല്ലോ കാണിച്ചു തന്നല്ലോ അല്ലാ. അൽഹംദുലില്ലാഹ്. കഅബാലയത്തിന്റെ മുറ്റത്ത് വന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ദുആ നീ സ്വീകരിച്ചു. ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നീ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അടയാളം കാണിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നിൽക്കുക. എന്തടയാളവാ കാണിച്ചു കൊടുത്തേ? കാരണം പറയാനുള്ള ഒരാളെ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. നീ സ്വർഗത്തിലാ, നീ സ്വർഗത്തിലാ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ. പക്ഷേ ഈ സ്വഹാബി പറയുന്നു, അല്ലാഹു എനിക്ക് അടയാളം കാണിച്ചു തന്നു. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, എന്താ അടയാളം? ജനങ്ങൾ ചോദിച്ചു, എന്താ അടയാളം? പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മതാഫിൽ ഇരുന്നു കൊണ്ട് തന്റെ മുന്നിലിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മനസ്സിലാക്കാൻ അല്ലാഹു എനിക്ക് കാണിച്ചു തന്ന അടയാളം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശികളെ കാണണോ? നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശികളെ കാണണോ? ഈ പായിപ്പാട് കാണാ ചെറുപ്പക്കാരാ. സ്വർഗത്തിന്റെ അവകാശികളായ ചിലര് നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? 5 നേരം നിസ്കരിക്കുന്ന, പടച്ചുറപ്പിനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളിൽ ചിലർക്കൊക്കെ വല്ലാതെ വിഷമം തോന്നുന്ന ഒരു കാര്യമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ചോദിക്കുന്നു, തങ്ങളെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് തിരിച്ചറിയാറുള്ള അടയാളമെന്താ? അല്ലാഹു കാണിച്ചു തന്ന അടയാളമെന്താ? അല്ലാഹു കാണിച്ചു തന്ന അടയാളമെന്താ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി അവിടെന്ന് പറഞ്ഞ ഹദീസ് ഓർമ്മയില്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്താൽ, അല്ലാഹു ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലോ ഈ കണ്ണുകൾ. ഈ കണ്ണിന്റെ കാഴ്ചയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്താൽ അവൻ അല്ലാഹു കൊടുക്കുന്നത് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നവർ ദുനിയാവിലെ ജീവിതത്തിന്റെ ഇടയിൽ പെട്ടെന്നൊരു ദിവസം കാഴ്ച നഷ്ടപ്പെട്ടു പോയി, 2 കണ്ണിന്റെയും കാഴ്ച അല്ലാഹു തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. അവന് സ്വർഗം പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, എന്റെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ, എന്റെ 2 കണ്ണുകളുടെയും കാഴ്ച അല്ലാഹു തിരിച്ചെടുത്തു. അത് തന്നെയാണ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ളതിന്റെ അടയാളം. അത് തന്നെയാ. ആരുടെയെങ്കിലും കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചെടുത്ത അല്ലാഹു അവന് സ്വർഗം തിരിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ കണ്ണിന്റെ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ദുനിയാവും ആഡംബരവും സുഖമെല്ലാം കണ്ടുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ളതിന്റെ അടയാളം എൻ്റെ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചെടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരത് നഷ്ടപ്പെടുന്നത് വല്ലാത്ത വേദനയാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി നമ്മളൊക്കെ പരാതിയാണ്. ഉസ്താദെ, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുന്നു, ദുആ ചെയ്യാൻ. ഓപ്പറേഷൻ ചെയ്യും, എന്തിന്? നേരെയാക്കാൻ. കണ്ണാടി വെക്കും, വലിയ വലിയ ഗ്ലാസുകൾ, നമ്മുടെ സോഡാ കുപ്പിയുടെ അടിയിലൊക്കെ വലിയ ഗ്ലാസുകളൊക്കെ വെച്ചിരിക്കുക. എന്തിന്? കാഴ്ച. സഹോദരങ്ങൾ, നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്ക്. അള്ളാഹു ഒരാളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം, കള്ളു കുടിച്ചു പേവെള്ളം ഒടിച്ചു കിടക്കുന്നവനല്ല. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചെടുത്ത അള്ളാഹു അതിനു പകരം സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയവരുടെ കയ്യിൽ പിടിച്ച് നടക്കണം. നമ്മൾ നടക്കും. വഴിയോരത്തെങ്ങാണ് ഒരു അന്ധനായ മനുഷ്യൻ നിന്ന് ആരാപ്പ? കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ഇനി ബസ് സ്റ്റോപ്പിലെങ്ങാനും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരാൾ നിന്നാ ഒരുത്തന്റെ കൈ മൊബൈൽ കൊടുത്തിട്ട് പറയാ, അളിയാ നീ പിടിക്കണം കേട്ടാ, എന്നിട്ട് കൈ പിടിച്ചോണ്ട് പോവാ, എന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് തെണ്ടലേക്ക്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാപ്പയോ നമ്മുടെ ഉമ്മയോ ആർക്കെങ്കിലും കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് നടക്കണം. പൊതുവിൽ എന്തെന്നറിയോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നടക്കുവോ? കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് നടക്കണം. നടന്നാൽ അള്ളാഹു തരുന്ന പ്രതിഫലം, നീ എത്ര ചുവട്ടടി നടന്നോ അത്രയും സ്ഥലം നീ സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നടക്കുന്ന അത്രയും സ്ഥലം സ്വർഗത്തിലേക്ക് അടുക്കുമെന്ന. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട്, ഈ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനു പകരം അള്ളാഹു തരാമെന്ന് പറഞ്ഞത് സ്വർഗമാ. അപ്പൊ ഈ കണ്ണിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കണ്ണ് അലം നജഅൽ ലഹു ഐനൈൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ നമ്മളോട് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനെന്നറിയുമോ? എന്ത് വായി തോന്നുന്നതല്ല, കാണാനല്ല. ഈ കണ്ണല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കാണാനാ. ഈ കണ്ണുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ആ രണ്ട് കാര്യങ്ങൾ കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അള്ളാഹു തന്നിരിക്കുന്ന കണ്ണുകൊണ്ട് കാണേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ നിങ്ങൾക്ക് കണ്ണ് തന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കാണാനാ. രണ്ട് കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പാടില്ല. അള്ളാഹ് കാണാൻ പറഞ്ഞത് ഞാനും നിങ്ങളും കാണാറില്ല. എന്നാൽ കാണരുതെന്ന് പറഞ്ഞത് മാത്രമേ ഞാനും നിങ്ങളും കാണാറുള്ളൂ. അള്ളാഹ് പറഞ്ഞു, കണ്ണ് തന്നിട്ട് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ രണ്ട് കാര്യം കാണണം. പക്ഷേ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ കാണുന്നത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യമാണ്. അതിൽ അള്ളാഹു കാണണമെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിലേക്കൊന്ന് നിങ്ങൾ നോക്കണേ. ഞാൻ തന്ന കണ്ണുകൊണ്ട് ഈ ഭൂമിയിലേക്ക് നീ ഒന്ന് കണ്ണോടിച്ചു നോക്ക്. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്ക്. ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് കണ്ടിട്ട് നീ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആകാശത്തേക്ക് നോക്ക്. പടച്ചവനെ, പന്തല് പോലെ ആകാശം ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതിന് തൂണുകളില്ലല്ലോ. എങ്ങനെയാണ് പടച്ചവൻ ഈ ആകാശത്തിന് പന്തല് പോലെ നിർത്തിയിരിക്കുന്നത്? ആ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ചിന്തിച്ചിട്ട് നീ അതിനൊരു റബ്ബുണ്ടെന്ന് മനസ്സിലാക്ക്.
ആകാശത്തിലേക്ക് നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ പല പല കാര്യങ്ങൾ, ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ, സൂര്യനിലേക്ക് നോക്ക്. എല്ലാ ദിവസവും രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന ആ സൂര്യനെ കുറിച്ച്, ആ സൂര്യനിലേക്ക് നീ നോക്ക്. രാത്രിയായി കഴിഞ്ഞാൽ പടച്ചവനെ അള്ളാന്റെ ഖുർആൻ പറയുകയാ, നീ ചന്ദ്രനിലേക്ക് നോക്ക്. ഇതിനെയൊക്കെ അള്ളാഹു ഇങ്ങനെ കാഴ്ച പോലെ വെച്ച് തന്നിരിക്കുകയാ. എന്തിനാ നോക്കിയിട്ട് പടച്ചവരെ? ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു പടച്ചറബുണ്ട്. ആ റബ്ബാരെന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടിയാണ് പടച്ചറബ് കണ്ണ് തന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. കണ്ണ് തന്നിരിക്കുന്നത് ഭൂമിയിലേക്ക് നോക്കാൻ. ഭൂമിയിലേക്ക് നോക്കാൻ എന്ന് പറഞ്ഞാൽ എന്ത് നോക്കണം? ആവശ്യമില്ലാത്ത നോക്കല്ല, ആകാശത്തേക്ക് നോക്ക്. ഈ കാണുന്ന ഒരു ഹാള് തന്നെ ഒന്ന് നേരെ നിൽക്കാൻ എത്ര കമ്പി കെട്ടിയിട്ടുണ്ട്? ഈ മുകളിൽ കാണുന്ന ഈ ഒരു സീറ്റ് നിൽക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ എത്രയോ കമ്പികൾ വെച്ചിട്ട്, തൂണുകൾ വെച്ചിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. എങ്കിൽ ആകാശത്തിന് എവിടെ അപ്പ തൂണിരിക്കണേ? സൂര്യനിലേക്കൊന്ന് നോക്കി, എന്താ പ്രകാശം! ഈ ഒറ്റ ലൈറ്റ് കത്തി ഇത്രയല്ലേ ഉള്ളൂ. ഈ സൂര്യൻ ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിക്കുന്നല്ലോ. രാത്രിയായി കഴിഞ്ഞാൽ ചന്ദ്രൻ ആകാശത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതാ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ. പടച്ചവനെ, കൊടുങ്കാറ്റ് വരുന്നു. എന്തേ ഇപ്പൊ കൊടുങ്കാറ്റ് എവിടെ പോയി? നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം. ഞാനിങ്ങനെ അത്ഭുതം, ഇങ്ങനെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 3 മണി എപ്പോ വരുന്ന പറഞ്ഞ്, എപ്പോ വരുന്ന പറഞ്ഞ് പറ. 2 മണിക്ക് വരും, 3 മണിക്ക് വരും, നാളെ വരും, മറ്റേനാൾ വരും. എന്തേപ്പ ഇങ്ങനെ മാറി മാറി പോണേ? അവിടെയും ചിന്തിക്കാനുണ്ടല്ലോ. നമ്മൾ അവിടെയും മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സിയാറത്തിന് പോയപ്പോൾ സുൽഫി ഇങ്ങനെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് നോക്കാം, ഉസ്താദെ മുത്തുപേട്ട ഉണ്ട്, ഇവിടെ വരും, രാത്രി വരും, ഇങ്ങനെ മണിക്കൂറുകൾ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നലത്തെ നമ്മൾ വാർത്ത ഷാജിക്ക രാത്രി അയച്ചു തന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ 10,000 ഉണ്ട്, ഞങ്ങളുടെ നാടൊക്കെ ഉണ്ട് കേട്ടാ. കാറ്റ് വരുന്ന ദിശ ഇങ്ങനെ ഇന്നതൊക്കെ പോകും. ഇത്ര കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. മഴ പെയ്യും. എവിടെ ഇപ്പൊ മഴ? എവിടെ മഴ? ഇന്നെന്താ മഴ പെയ്താ? വരുന്നതിന് മുമ്പ് മഴ വരും എന്ന് പറഞ്ഞില്ല. എവിടെ? ഞാൻ ശാസ്ത്രത്തിനെ കളിയാക്കുകയല്ല, പരിഹസിക്കുകയല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞതിന് എതിരാണല്ലോ ഈ പറയുന്നൊക്കെ. അതാ അള്ളാന്റെ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം അള്ളാഹ് പറയുന്നു, അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്. ഒന്ന്, ലോകം അവസാനിക്കുന്നത് എന്നാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. 2, വയുനസ്സിലുൽ ഗൈസ, മഴ എപ്പോൾ പെയ്യുമെന്ന് പറയാൻ അള്ളാഹ്ക്ക് അറിയത്തുള്ളെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.